ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. വീണ്ടും ദുൽഖർ ചർച്ചാ വിഷയമാകുന്നു. ദുൽഖറിൻ്റെ ലക്കി ഭാസ്കർ എന്ന ചിത്രമാണ് വീണ്ടും ആ ഒരു തരംഗത്തിലേക്ക് വരുന്നത്. സിനിമ ഇറങ്ങി മാസങ്ങൾ പിന്നിട്ടു. സിനിമ തിയേറ്ററുകളിൽ നിന്ന് മാറി OTTയിലേക്ക് എത്തി. വീണ്ടും OTTയിൽ അത് വിപ്ലവം സൃഷ്ടിക്കുന്നു. ഇന്ന് പുതിയതായി വന്നിരിക്കുന്ന ആ ഒരു പോസ്റ്റർ കണ്ടാൽ അത് നമുക്ക് രോമാഞ്ചം ഉളവാക്കുന്ന സംഭവം തന്നെയാണ്. ലക്കി ഭാസ്കർ കഴിഞ്ഞ 13 ആഴ്ചകളിൽ കൺസിക്യൂട്ടീവായിട്ടുള്ള 13 ആഴ്ചകളിൽ നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ ഫിലിം ടു ട്രെൻഡ് ഫോർ 13 കൺസിക്യൂട്ടീവ് വീക്സ് ഓൺ നെറ്റ്ഫ്ലിക്സ്. നെറ്റ്ഫ്ലിക്സിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ആ ഒരു അപ്ഡേറ്റ് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത് തരംഗമാകുന്നു. തെലുങ്ക് മാധ്യമങ്ങൾ അത് ചർച്ചാ വിഷയമാക്കുന്നു. ഒപ്പം ദുൽഖറും ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അതെ, സൗത്ത് ഇന്ത്യൻ ഫിലിംസിനകത്തിലാണ് എന്നുള്ളത് എടുത്തു കൊടുക്കുക. RRR പോലെയുള്ള ചിത്രത്തിന് ഒപ്പം നിന്നിരുന്നു സിനിമ. ഇതിനകത്തിൽ മണിക്കൂറുകൾ നോക്കിയപ്പോൾ ടോട്ടൽ വാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ന് 2 ആഴ്ചകൾക്ക് ശേഷം ഇപ്പോൾ 13ാം വാരവും ഈ സിനിമ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നു. അതായത് ആദ്യമായിട്ടാണ് ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് ആ രീതിയിലേക്ക് എത്താൻ കഴിയുന്നത്. ഈ ഒരു സിനിമ കണ്ടിറങ്ങിയപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. വേറെ ഒന്നുമല്ല, ഒരു മലയാള സിനിമയ്ക്ക് മുകളിൽ നിൽക്കുന്ന പ്രകടനവും അതിന് മുകളിൽ നിൽക്കുന്ന കഥയുമായിട്ട് വന്ന സിനിമ. ഓരോ ദേശത്തെയും ജനങ്ങൾ ഏറ്റെടുത്തത് അവരവരുടെ സിനിമ തന്നെയാണ്. മിഡിൽ ക്ലാസിൻ്റെ കഥ പറയുന്ന സിനിമകൾ ഇന്ന് ഇല്ല എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു കാലത്ത് മോഹൻലാൽ വിപ്ലവം സൃഷ്ടിച്ചത് സാധാരണക്കാരൻ്റെ ജീവിതത്തിലെ കഥാപാത്രങ്ങൾ കൊണ്ടാണെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഇല്ലാതെയായി മാറിയിരിക്കുന്നു. ഇന്ത്യൻ സിനിമയ്ക്കകത്ത് തന്നെയില്ല. പണ്ടേ ഹിന്ദി സിനിമയിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. മലയാളവും അങ്ങനെ മറ്റുള്ള ലാംഗ്വേജുകളിലായിരുന്നു അങ്ങനെയുള്ള സിനിമകളെങ്കിൽ അങ്ങനെ അത് ചുവടെ പാടെ മാഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടു. വീണ്ടും തെലുങ്കിൽ സാധാരണക്കാരന് മിഡിൽ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമ വന്നപ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യം കണ്ടു. അത്രത്തോളം മികച്ച ഒരു സിനിമയായി വന്ന ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇത്രത്തോളം ഗംഭീരമായി ചർച്ചാ വിഷയമാകുന്നതിന് വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. പക്ഷേ 1 വർഷം തികഞ്ഞു ഓടേണ്ട സിനിമ തന്നെയാണ്. അത്ര മനോഹരമായിട്ടായിരുന്നു ആ സിനിമ തെലുങ്കിൽ ഇറങ്ങിയത്. കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ബ്ലോക്ക് ബസ്റ്റർ അടിച്ച ആ ഒരു ചിത്രം വീണ്ടും അത് തരംഗമാകുന്നു നെറ്റ്ഫ്ലിക്സിൽ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നെ ഗ്രേറ്റ് മീഡിയാസ്.